Dear all, Cauchy's integral formula for derivatives. Cauchy's integral formula കഴിഞ്ഞ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹയർ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂസും ഒരു ഫംഗ്ഷൻ, ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഹയർ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂസും കോണ്ടൂർ ഇൻ്റഗ്രലായിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് Cauchy's integral formula for derivatives പറയുന്നത്. നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കാം. Cauchy's integral formula കഴിഞ്ഞ സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്തത് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. Cauchy's integral formula പറയുന്നത് ഇതാണ് അല്ലേ, എഫ് ഓഫ് ഇ സെഡ് നോട്ട് ഈക്വൽ ടു 1/2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡ്. ഇവിടെ എന്താണ് എഫ് ഓഫ് സെഡ്? എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക് അല്ലേ. എഫ് ഓഫ് സെഡ് ഈസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. അനലിറ്റിക് ഫംഗ്ഷനാണ്. അനലിറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. ഓക്കെ, ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. ആ സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്തുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ് സി. സി ഈസ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ്. സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ്. ഓക്കെ, അപ്പോൾ സിയിലും സിയുടെ ഉൾവശത്തും നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും. സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിൻ്റ് ഇൻറ്റീരിയർ ടു സി. ഇത്രയും അസംഷൻസ് ഉണ്ട് നമുക്കിവിടെ. ന്യൂമറേറ്റർ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി. സി ഇസ് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. സെഡ് നോട്ട് ഈസ് എ പോയിൻ്റ് ഇൻറ്റീരിയർ ടു സി. അങ്ങനെയാണെങ്കിൽ ആ സെഡ്, അപ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ സപ്പോസ് ദിസ് ഇസ് സി എന്ന് പറയുന്ന കോണ്ടൂർ, അത് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആണ്. ദിസ് ഇസ് പോസിറ്റീവ്. എന്താ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടൂറിലൂടെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ആ കോണ്ടൂർ ഡിറ്റർമിൻ ചെയ്യുന്ന ഇൻറ്റീരിയർ പോർഷൻ മൂവ് ചെയ്യുന്ന ആളുടെ ഇടത് ഭാഗത്ത് വരണം. അതാണ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. ഓക്കെ, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആണ്. ഈ സിയിൽ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ് വിത്തിൻ ആൻഡ് ഓൺ സി. ആ സിയുടെ ഉൾഭാഗത്തുള്ളൊരു പോയിൻ്റാണ് സെഡ് നോട്ട്. അങ്ങനെയാണെങ്കിൽ Cauchy's integral ഫോർമുല പറയുന്നത് സെഡ് നോട്ടിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് കോണ്ടൂർ വാല്യൂ, കോണ്ടൂർ ഇൻ്റഗ്രേഷൻ 1/2 പൈ ഐ ടൈംസ് കോണ്ടൂർ ഇൻ്റഗ്രൽ ഓഫ് ദിസ് റേഷ്യോ. ആ റേഷ്യോൻ്റെ ഡിനോമിനേറ്റർ സെഡ് മൈനസ് സെഡ് നോട്ട് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിൻ്റ് ഈ സിയുടെ ഉള്ളിലുള്ള ഏത് പോയിൻ്റ് വേണമെങ്കിലും ആവാം. ഫോർമുല വാലിഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ദിസ് ക്യാൻ ബി വ്യൂഡ് ആസ് എ ഫംഗ്ഷൻ ഇൻ സെഡ് നോട്ട്. ഓക്കെ, സെഡ് നോട്ടിലുള്ളൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് കാണാം. കാരണം സെഡ് നോട്ടിന് വേരി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോർമുലയ്ക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് സെഡ് നോട്ട് കൊടുക്കുന്നതനുസരിച്ച് വാല്യൂസ് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനൊരു ഫംഗ്ഷനായിട്ട് തന്നെ നമുക്ക് കാണാം. സെഡ് നോട്ടിലുള്ളൊരു ഫംഗ്ഷനായിട്ട് തന്നെ കാണാം. അനലിറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അനലിറ്റിക് ഫംഗ്ഷൻസിനെ എത്ര തവണ വേണമെങ്കിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു. എഫ് ഡാഷ് ഇസ് സെഡ് നോട്ട് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള ഡിഫറൻഷിയേഷൻ അല്ലേ. റൈറ്റ് സൈഡിൽ പക്ഷേ ഒരു ഇൻ്റഗ്രൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രലിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ എനിക്ക് എടുക്കേണ്ടത് ഡി ബൈ ഡി സെഡ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി ഓഫ് എഫ് ഓഫ് ഇസെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് അല്ലേ. ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കണം വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് നോട്ട്. കാരണം സെഡ് നോട്ടിന് ഞാനിപ്പോൾ വേരിയബിളായിട്ടാണ് കാണുന്നത്. വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് നോട്ടിലാണ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തിയറി പറയുന്നത് ഈ ഡിഫറൻസിയേഷനെ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് കാണാൻ പറ്റും, ഇൻ്റർചേഞ്ച് ചെയ്ത് കാണാം. അപ്പോൾ ദിസ് ഇസ് സെയിം ആസ് ഇൻ്റഗ്രൽ ഓവർ സി ഡി ബൈ ഡി സെഡ് നോട്ട് ഓഫ് എഫ് ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട്. ഇത് രണ്ടും ഈക്വലാണ്. ഓക്കെ, ഇത് രണ്ടും ഈക്വലാണ് എന്ന് പറയുന്നൊരു തിയറി നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതിനൊരുപാട് ഡിസ്കഷൻസ് ആവശ്യമുണ്ട്, പക്ഷേ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതിൻ്റെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ആ ഒരു കാര്യം നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഈ ഇൻ്റഗ്രലിൻ്റെ ഡെറിവേറ്റീവിനെ നമുക്ക് ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് ദ ഇൻ്റഗ്രൻറ്റ് ദെൻ ഇൻ്റഗ്രേറ്റ്. ഓക്കെ, ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് നോട്ടിലായതുകൊണ്ട് എഫ് ഓഫ് സെഡിനൊക്കെ എനിക്ക് കോൺസ്റ്റൻറ്റ് പോലെ ട്രീറ്റ് ചെയ്യാം. സി ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ 1/z മൈനസ് സെഡ് നോട്ടിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് നോട്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/z മൈനസ് സെഡ് നോട്ട് സ്ക്വയർ ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ 1/z മൈനസ് സെഡ് നോട്ട് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് റൈറ്റ് സൈഡ് ഇങ്ങനെ വരും. 1/2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് സ്ക്വയർ ഡി സെഡ് എന്ന് വരും. റൈറ്റ്, ഇനി ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇതിനെ തന്നെ വീണ്ടും ഇസെഡ് നോട്ടിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതേ കാര്യം വെച്ചുകൊണ്ട് ഉൾഭാഗത്തിലേക്ക് ഡിഫറൻഷിയേഷൻ പാസ് ചെയ്താൽ എന്ത് വരും? ഈ 1/z മൈനസ് സെഡ് നോട്ട് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2/z മൈനസ് സെഡ് നോട്ട് ക്യൂബാണ്. ആ 2ന് ഞാൻ പുറത്ത് എഴുതുന്നു. സോ 2/2 പൈ ഐ എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ
z minus z naught cube dz. Okay, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ I will get third derivative equal to 2 by 2 pi I into integral over c. ഉൾഭാഗത്താണ് ഈ ഇൻ്റഗ്രൻറ്റിനെയാണ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു z നോട്ടിൽ. അപ്പോൾ 1 by z minus z naught ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 3 by z minus z naught raised to 4 വിത്ത് റെസ്പെക്ട് ടു z നോട്ടിൽ. അപ്പോൾ ആ 3 എന്നുള്ള കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എഴുതിയാൽ 2 into 3 by z minus z naught raised to 4 dz എന്ന് വരും. 2 into 3 ഞാൻ എന്ത് ചെയ്യുന്നു, 3 ഫാക്ടോറിയൽ എന്ന് എനിക്ക് എഴുതാമല്ലോ. 1 into 2 into 3 എന്ന് കാണാമല്ലോ. അപ്പോൾ ഈ 2നെ എനിക്ക് 2 ഫാക്ടോറിയൽ എന്ന് കാണാം, ഈ 1നെ എനിക്ക് 1 ഫാക്ടോറിയൽ എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ എനിക്കൊരു പാറ്റേൺ കിട്ടും ഹയർ ഡെറിവേറ്റീവ്സ്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് പവർ 4. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ പാറ്റേൺ നോക്കിക്കൊണ്ട് നമുക്ക് ഫോർത്ത് ഡെറിവേറ്റീവിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നോക്കൂ, തേർഡ് ഡെറിവേറ്റീവ് വരുമ്പോൾ 3 ഫാക്ടോറിയൽ, അപ്പോൾ ഇവിടെ ഇത് വരും 4 ഫാക്ടോറിയൽ ബൈ 2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ സി. ന്യൂമറേറ്റർ ഫംഗ്ഷന് മാറ്റമില്ല, എഫ് ഓഫ് സെഡ് അതുപോലെ തന്നെ നിൽക്കും. പക്ഷേ ഡിനോമിനേറ്റർ സെഡ് മൈനസ് സെഡ് നോട്ടിൻ്റെ പവറാണ്. ആ പവർ എത്രയാണ് വരിക? തേർഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4 ആണ് വരുന്നത്, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ക്യൂബാണ് വരുന്നത്. അപ്പോൾ ഫോർത്ത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി 5. ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, ഇത് തേർഡ് ഡെറിവേറ്റീവിന് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ആ ഡിഫറൻഷ്യേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് നോട്ടിൽ ഇവിടെ ഇൻസൈഡിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 4 by z minus z naught raised to 5. ആ 4 ഇവിടെ 3 ഫാക്ടോറിയലിൻ്റെ കൂടെ ചേർക്കുമ്പോൾ 4 ഫാക്ടോറിയൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പാറ്റേൺ നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അതിൽ നിന്ന് നമുക്ക് nth ഡെറിവേറ്റീവിൻ്റെ എക്സ്പ്രഷൻ കാണുകയും ചെയ്യാം. അതാണ് Cauchy's integral formula for derivatives പറയുന്നത്. ഹിയർ ഈസ് എസ് എക്സാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സി Cauchy's integral formula for derivatives. Suppose that f of z is analytic in a simply connected domain D. Second condition, C is a simple closed contour lying entirely within D. Okay. Third condition, z0 is any point interior to C. അതായത് നമ്മൾ Cauchy's integral ഫോർമുലയിലുള്ള അതേ അസംഷൻസ് തന്നെയാണ് ഇവിടെ. Then nth derivative of f at z0 will be equal to n factorial by 2 pi I integral contour integral of the ratio f of z by z minus z naught power n plus 1 dz. This formula is valid for n equal to 0, 1, 2, 3 etc. ഏത് n വേണമെങ്കിലും കൊടുക്കാം. n equal to 0 കൊടുക്കുമ്പോൾ നമുക്ക് നേരത്തെ പഠിച്ച Cauchy's integral ഫോർമുലയുടെ ബേസ് ഫോം തന്നെ കിട്ടും. കാരണം 0th ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ n equal to 0 കൊടുക്കുമ്പോൾ നമ്മുടെ ബേസ് ഫോർമുല കിട്ടും. n equal to 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. n equal to 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ എക്സ്പ്രഷൻ കിട്ടും, ആൻഡ് സോ ഓൺ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഈ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂവും പറയാൻ പറ്റും. ഓക്കെ, ദ വാല്യൂ ഓഫ് ദിസ് കോണ്ടൂർ ഇൻ്റഗ്രൽ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് പവർ n plus 1 dz കോണ്ടൂർ ഇൻ്റഗ്രൽ വാല്യൂ വിൽ ബി ഈക്വൽ ടു 2 pi I by n factorial into nth derivative of f at z0. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മിക്കവാറും ഈ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിരിക്കും നമ്മൾ ഈ Cauchy's integral ഫോർമുല ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ പ്രത്യേകത, ഇതൊരു റേഷ്യോ ആയിട്ടാണ് കിടക്കുന്നത്. അതിൽ ന്യൂമറേറ്റർ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി. ഓക്കെ, സിയിലും സിയുടെ ഉൾഭാഗത്തും ഈ ന്യൂമറേറ്റർ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കണം. സി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കണം. ഈ ഡിനോമിനേറ്റർ സെഡ് മൈനസ് സെഡ് നോട്ടിൻ്റെ ഒരു പവർ ആയിരിക്കണം. അതിൽ ഈ സെഡ് നോട്ട് എന്ന് പറയുന്നത് സിയുടെ ഉൾഭാഗത്തായിരിക്കണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഈ സെഡ് മൈനസ് സെഡ് നോട്ടിൻ്റെ ഒരു പവർ മാത്രമായിരിക്കണം ഡിനോമിനേറ്ററിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, അതിൽ ഈ സെഡ് നോട്ട് എന്ന് പറയുന്നത് സിയുടെ ഉൾഭാഗത്തുമാണെങ്കിൽ വാല്യൂ വിൽ ബി ഈക്വൽ ടു ദിസ് വൺ. ഇനി ഈ സെഡ് നോട്ട് എന്ന് പറയുന്നത് സിയുടെ പുറത്താണെങ്കിലോ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റിക്ക് യാതൊരു കുഴപ്പവും എവിടെയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇൻ്റഗ്രൽ വാല്യൂ 0 വരും നമ്മുടെ Cauchy's തിയറം പ്രകാരം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന 1-2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. See the problem. Evaluate integral over c z plus 1 by z raised to 4 plus 4 z cube dz where c is the contour mod z equal to 1. Mod z equal to 1 നമുക്കറിയാം, അത് സർക്കിളാണ്. സെൻറ്റർ 0 ആയിട്ടുള്ള റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളാണ്. Okay, so mod z equal to 1 is a circle centered at 0 having radius 1 and it is positively oriented. ഓറിയൻറ്റേഷനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൻ്റ് ഫംഗ്ഷനെ ഒന്ന് നോക്കാം. അത് z plus 1 by z raised to 4 plus 4 z cube ആണ്. നമുക്ക് Cauchy's integral ഫോർമുല അപ്ലൈ ആണെങ്കിൽ ഡിനോമിനേറ്റർ ഒരു
ലീനിയർ ഫാക്ടറോ അല്ലെങ്കിൽ ആ ലീനിയർ ഫാക്ടറിൻ്റെ പവറോ ആയിരിക്കണം. z മൈനസ് z നോട്ട് പവർ n+1 എന്നുള്ള രൂപത്തിലാവണമല്ലോ. അപ്പോൾ ആദ്യം ആ ഫോമിലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം. ഇവിടെ ഡിനോമിനേറ്ററിൽ z⁴+4z³ z³ കോമൺ ഫാക്ടറായിട്ട് എടുത്ത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഈ രൂപത്തിൽ എഴുതാം. അപ്പോൾ നോക്കുമ്പോൾ ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയൽസ് ആവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ റാഷണൽ ഫംഗ്ഷൻസ് അനലറ്റിക് ആവുന്നത് ഡിനോമിനേറ്റർ 0 വരാത്ത എല്ലാ പോയിന്റുകളിലും അനലറ്റിക് ആയിരിക്കും. സോ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് അനലറ്റിക് അറ്റ് z=0 ആൻഡ് അറ്റ് z=-4. അതായത് ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റുകളിൽ ഏതൊക്കെയാണ് ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ്? z 0 ആവുക, അതുപോലെ z -4 ആവുക. ഈ രണ്ട് പോയിന്റുകളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഈ ഫംഗ്ഷൻ അനലറ്റിക് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ രണ്ട് പോയിന്റുകളിൽ ഏതൊക്കെ പോയിന്റുകളാണ് നമ്മുടെ കോണ്ടൂറിൻ്റെ ഉള്ളിലുള്ളത് എന്ന് നോക്കണം. ദ പോയിന്റ് z=0 ലൈസ് ഇൻറ്റീരിയർ ടു c. വൈ? കാരണം c എന്ന് പറയുന്നത് mod z=1 ആണ്. അപ്പോൾ 0 ഈ സിയുടെ ഉള്ളിലാണോ പുറത്താണോ അതോ സിയിലാണോ എന്നെങ്ങനെ നോക്കുക? അതിന് mod z കണ്ടുപിടിച്ചാൽ മതി. 0യുടെ മോഡുലസ് കാണുമ്പോൾ അത് 0 തന്നെയാണ്. അത് 1നേക്കാളും ചെറുതായതുകൊണ്ട് ഈ സർക്കിളിൻ്റെ ഉൾഭാഗത്താണ് അത് കിടക്കുന്നത്. ഓക്കെ, ഇനി 1നേക്കാളും ബിഗർ ആണെങ്കിലോ അത് പുറത്താണ്. 1 ആണെങ്കിലോ ഇത് സർക്കിളിൽ തന്നെയാണ്. ആൻഡ് ദ പോയിന്റ് z=-4 ലൈസ് ഔട്ട്സൈഡ് ഓഫ് c ബിക്കോസ് -4ൻ്റെ മോഡുലസ് 4 ആണ്, വിച്ച് ഇസ് ബിഗർ ദാൻ 1. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രോബ്ലം ഉണ്ടാക്കുന്ന പോയിന്റ് 0 മാത്രമാണ്. ബാക്കി -4 എന്ന് പറയുന്ന പോയിന്റ് ഈ കോണ്ടൂറിനെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം ഉണ്ടാക്കില്ല. ഓക്കെ, അനലിറ്റിസിറ്റി കുഴപ്പം വരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ റേഷ്യോയെ എനിക്ക് ഫാക്ടറൈസ് ചെയ്ത ഡിനോമിനേറ്റർ ഇങ്ങനെ എഴുതാം. അതിൽ ഈ z+4 എന്ന് പറയുന്ന ഫാക്ടറും കൂടെ ന്യൂമറേറ്ററിൻ്റെ ഭാഗമാക്കി മാറ്റാം. അപ്പോൾ ഡിനോമിനേറ്റർ z³ എന്ന് എഴുതിയാൽ ഇപ്പോൾ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള ആ രൂപത്തിലേക്ക് ഇതിൻ്റെ ഫോം മാറിയിട്ടുണ്ട്. നോക്കൂ, ദിസ് ഇസ് ഓഫ് ദി ഫോം f(z/z−z0 പവർ n+1 where f(z) the numerator function z+1/z+4. ദാറ്റ് ഈസ് അനലറ്റിക് അല്ലേ? ദിസ് ഇസ് അനലറ്റിക് വിത്തിൻ ആൻഡ് ഓൺ c. കാരണം ഈ സിയിൽ ഈ z+1/z+4 എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഈ റേഷ്യോയ്ക്ക് കുഴപ്പമുണ്ടാകുന്നത് z=-4 മാത്രമാണ്. ആ -4 ആവട്ടെ സിയുടെ ഉള്ളിലുള്ളതാണ്, അതിൻ്റെ പുറത്താണുള്ളത്. അതുകൊണ്ട് ഈ ന്യൂമറേറ്റർ ഫംഗ്ഷൻ വിത്തിൻ ആൻഡ് ഓൺ സി അനലറ്റിക് ആണ്. ഓക്കെ, ഡിനോമിനേറ്റർ z³ എന്നുള്ള രൂപത്തിൽ അത് z−z0n+1 എന്നുള്ള രൂപത്തിലാണ്. വിത്ത് z≠0 ആൻഡ് n=2. കാരണം n+1 3 ആവണം, അപ്പോൾ n=2. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നമുക്ക് നോക്കി കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കുമ്പോൾ ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് വി ഹാവ് in contour integral of this will be equal to this one. നമ്മൾ റൈറ്റ് ചെയ്തു. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വരിക? എന്നിന് 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2πi/n ഫാക്ടോറിയലിൻ്റെ പൊസിഷനിൽ 2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ n 2 ആകുമ്പോൾ we want to take the second derivative of the numerator function evaluated at z0. what is z0 here? z=0. അപ്പോൾ z+1/z+4ൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ട് അതിൽ z=0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2πi/2 ഫാക്ടോറിയൽ അഥവാ πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടും. ഒക്കെ സെക്കൻഡ് ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -6/z+4³ എന്നാണ് വരുന്നത്. അതിൽ z=0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -6/4³ 4³ 64 ആണ്. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ -3/32πi എന്ന് നമുക്ക് വാല്യൂ കിട്ടും. സോ ദിസ് ഇസ് ദി വാല്യൂ ഓഫ് ദിസ് കോണ്ടൂർ ഇൻ്റഗ്രൽ. Next problem, evaluate integral over c z³ plus 3/z into z-i² dz where c is as shown in the figure. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന c ആണ്, കോണ്ടൂറാണ് c എന്ന് പറയുന്നത്. ഈ ഫിഗറിനെ നമുക്ക് ഫിഗർ 8 എന്നൊക്കെ വിളിക്കാം. വെർട്ടിക്കൽ 8 ആണ് ഇത്. ഓക്കെ, ഈ ഫിഗറിലൂടെ നമുക്ക് ഈ കോണ്ടൂർ ഇൻ്റഗ്രൽ കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം കോണ്ടൂർ സിമ്പിൾ ക്ലോസ്ഡ് ആയിരിക്കണം. പക്ഷേ ഇവിടെ സിമ്പിൾ ക്ലോസ്ഡ് അല്ല, കാരണം ഇത് അതിനെ തന്നെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇത് ക്ലോസ്ഡ് ആണ്, പക്ഷേ സിമ്പിൾ അല്ല. പക്ഷേ ഇതിനെ നമുക്ക് രണ്ട് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറുകളുടെ യൂണിയനായിട്ട് കാണാൻ പറ്റും. കാരണം ഈ ഭാഗം ഒരു ഫിഗറും അതുപോലെ താഴെയുള്ളത് രണ്ടാമത്തെ ഒരു കോണ്ടൂറായിട്ട് എടുക്കുക. ഞാൻ അങ്ങനെ റീഡ്രോ ചെയ്തിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ ഈ മുകൾ ഭാഗത്ത് കാണുന്നതിന് C1 എന്ന പേര് വിളിച്ചു, താഴ്ഭാഗത്തുള്ള പോർഷന് C2 എന്ന് വിളിച്ചു. അപ്പോൾ നോക്കൂ, ഓറിയൻറ്റേഷനും കൂടെ ശ്രദ്ധിക്കണേ. C1 പോകുമ്പോൾ നോക്കൂ, C1 എന്ന് പറയുന്നത് പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ് അല്ലേ? കാരണം C1 പോകുമ്പോൾ നമ്മുടെ ഒബ്സർവറുടെ ഇടത് ഭാഗത്താണ് C1 ഡിറ്റർമിൻ ചെയ്യുന്ന ഇൻറ്റീരിയർ ഉള്ളത്.
അപ്പോൾ അതാണ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ്റെ ഐഡിയ. ഓക്കെ, ഇനി C2 മൂവ് ചെയ്യുമ്പോഴോ, C1 വന്ന് C2 മൂവ് ചെയ്യുമ്പോൾ പക്ഷേ ഒബ്സർവറുടെ വലത് ഭാഗത്താണ് അതിൻ്റെ ഇൻറ്റീരിയർ കിടക്കുന്നത്. അതുകൊണ്ട് C2ൻ്റെ ഓറിയൻറ്റേഷൻ നെഗറ്റീവ് ഓറിയൻറ്റേഷനാണ്, പോസിറ്റീവ് ഓറിയൻറ്റേഷൻ അല്ല. ഓക്കെ, ഇപ്പോൾ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ആകുമ്പോൾ അതിനെ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആക്കണം. എങ്ങനെയാണ് ഒരു കർവിന് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ വരുത്തുന്നത്? അതിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, -C2 ചെയ്താൽ മതി. -C2 എന്ന് പറയുന്നത് കോണ്ടൂർ മാറില്ല, പക്ഷേ അതിൻ്റെ ഓറിയൻറ്റേഷൻ ഷിഫ്റ്റഡ് ആവും. ഓക്കെ, ആ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ C1 I എന്ന് പറയുന്ന പോയിൻ്റ് C1ൻ്റെ അകത്താണ്, 0 എന്ന് പറയുന്ന പോയിൻ്റ് C2ൻ്റെ അകത്താണ്. അപ്പോൾ ഇനി നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഹിയർ ദ കോണ്ടൂർ C is not simple, but we may write it as C equal to C1 plus C2, where both C1 and C2 are simple as shown in the figure. ഞാനിവിടെ അത് റീഡ്രോ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് C1 C2 എന്താണെന്ന്. നോട്ട് ദാറ്റ് C1 is positively oriented, കാരണം മനസ്സിലായല്ലോ, C1 പോകുന്ന സമയത്ത് ഒബ്സർവറുടെ ഇടതുഭാഗത്താണ് C1ൻ്റെ ഇൻറ്റീരിയർ വരുന്നത്, അതാണ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. സോ C1 പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആണുള്ളത്. പക്ഷേ C2 മൂവ് ചെയ്യുമ്പോൾ ഒബ്സർവറുടെ വലത് ഭാഗത്താണ് C2ൻ്റെ ഇൻറ്റീരിയർ ഉള്ളത്. അതുകൊണ്ട് C2ൻ്റെ ഓറിയൻറ്റേഷൻ നെഗറ്റീവ് ഓറിയൻറ്റേഷനാണ്, പോസിറ്റീവ് ഓറിയൻറ്റേഷൻ അല്ല. സോ C1 is positively oriented and C2 is negatively oriented. Now consider the integrand z cube plus 3 by z into z minus I square. This function is not analytic at z equal to 0 and z equal to I. കാരണം ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റുകളാണ് 0 എന്ന് പറയുന്നതും I എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റുകൾ. ഈ രണ്ട് പോയിന്റുകളിൽ 0 എവിടെയാണ് ഉള്ളത്? 0 എന്ന് പറയുന്നത് C2ൻ്റെ ഉള്ളിലാണുള്ളത്, I എന്ന് പറയുന്നത് C1ൻ്റെ ഉള്ളിലുമാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ഓവർ C എന്ന് പറയുന്നത് ഓവർ C1 പ്ലസ് ഓവർ C2 എന്നാക്കി മാറ്റാം. അതിൽ ഓവർ C1 കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റർ z മൈനസ് Z0 I ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓവർ C2 Z0 എന്ന് പറയുന്നത് 0 എടുക്കാം. ഓക്കെ, നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. The point z equal to 0 lies interior to C2 and the point z equal to I lies interior to C1. Now contour integral of this നമുക്ക് തന്നിട്ടുള്ളത്, അതിനെ ഇൻ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എന്ന് എഴുതാം ബൈ അഡിറ്റിവിറ്റി ഓഫ് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ ഈ ഇൻ്റഗ്രൽ ഓവർ C1 ചെയ്യുന്നു, ശേഷം ഇൻ്റഗ്രൽ ഓവർ C2 ചെയ്യുന്നു, എന്നിട്ട് രണ്ട് വാല്യൂ കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ വാല്യൂ കിട്ടും. ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ C1, റൈറ്റിംഗ് z³ പ്ലസ് 3 ബൈ z into z മൈനസ് I സ്ക്വയർ. ഇവിടെ C1ൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്തു, I എന്ന് പറയുന്ന പോയിൻ്റാണ് C1ൻ്റെ ഉള്ളിലുള്ളത് അല്ലേ. അപ്പോൾ ആ I ഇൻവോൾവ് ചെയ്യുന്ന ഫാക്ടറാണ് ഡിനോമിനേറ്ററിൽ നിർത്തേണ്ടത്. അതായത് z മൈനസ് I സ്ക്വയർ ഡിനോമിനേറ്ററിൽ നിർത്തുക, ബാക്കിയുള്ളതെല്ലാം ന്യൂമറേറ്ററിൻ്റെ ഭാഗമാക്കാം, Z-നെ ന്യൂമറേറ്ററിൻ്റെ ഭാഗമാക്കി മാറ്റാം. കാരണം C1 ഈ z³ പ്ലസ് 3 ബൈ z എന്ന് പറയുന്നത് C1ൻ്റെ ഉള്ളിലും അനലിറ്റിക് ആണ്. കാരണം ഇത് അനലിറ്റിക് അല്ലാതെ വരുന്ന പോയിന്റ് z equal to 0 ആണ്. ആ 0 എന്ന് പറയുന്നത് C1ൻ്റെ ഉള്ളിലില്ല. അതുകൊണ്ട് തന്നെ z³ പ്ലസ് 3 ബൈ z എന്ന് പറയുന്നത് നമ്മുടെ C1ൻ്റെ ഉൾഭാഗത്തും അനലിറ്റിക് ആവുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയിലുള്ള ഫോമുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ദിസ് ഇസ് ഓഫ് ദി ഫോം f of z by z minus z0 power n plus 1 with f of z numerator function z³ plus 3 by z, that is analytic within and on C1, and z0 is I, lies interior to C1 അല്ലേ, C1ൻ്റെ ഉള്ളിലാണ് I ഉള്ളത്, ആൻഡ് n plus 1 2 ആണ്, സോ n equal to 1. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയിൽ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് വി ഹാവ് ഇൻ്റഗ്രൽ ഓവർ C1 വിൽ ബി ഈക്വൽ ടു ദിസ് 1, റീറൈറ്റ് ചെയ്തതാണിത്. ഓക്കെ, അതിനെ n equal to 1 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇവിടെ, കാരണം ഇവിടെ n plus 1 2 ആണ്. സോ 2πi by n ഫാക്ടോറിയലിലെ n 1 ആണ്. ഈ nth ഡെറിവേറ്റീവ് ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അപ്പോൾ എടുക്കേണ്ടത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഫംഗ്ഷൻ ഇവാലുവേറ്റഡ് അറ്റ് z0 is I. ഓക്കെ, അപ്പോൾ z³ പ്ലസ് 3 ബൈ z ഫസ്റ്റ് ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്യുന്നു. അത് കമ്പ്യൂട്ട് ചെയ്ത് z equal to I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുന്നത് -4π പ്ലസ് 6πi എന്നാണ്. സോ ഇൻ്റഗ്രൽ ഓവർ C1 ഈസ് -4π പ്ലസ് 6πi എന്ന് നമുക്ക് കിട്ടി. ഇനി ഇൻ്റഗ്രൽ ഓവർ C2 കാണണം. ഇൻ്റഗ്രൽ ഓവർ C2 നോക്കൂ, ഇവിടെ C2ൻ്റെ ഉൾഭാഗത്ത് C2 എന്ന് പറയുന്നതിൻ്റെ ഫിഗർ C2 ഇങ്ങനെയാണല്ലോ. C2ൻ്റെ ഓറിയൻറ്റേഷൻ നെഗറ്റീവ് ഓറിയൻറ്റേഷനാണ് അല്ലേ, അത് നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. C2 എന്ന് പറയുന്നത് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ അല്ല, അത് നെഗറ്റീവ് ഓറിയൻറ്റേഷനാണ്.
പോസിറ്റീവ് ഇപ്പോൾ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണത് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിലൂടെ മൂവ് ചെയ്യുമ്പോൾ വലത് ഭാഗത്താണ് അതിൻ്റെ ഇൻറ്റീരിയർ ഉള്ളത്. സോ ദിസ് ഇസ് C2. അപ്പോൾ എന്താണ് -C2 ആക്കി മാറ്റുന്നത്, അപ്പോഴാണ് ഇതിൻ്റെ പോസിറ്റീവ് ഓറിയൻറ്റേഷനിലേക്ക് വരിക. എന്താ -C2? -C2 എന്ന് പറയുന്നത് ഇതേ കർവ് തന്നെയാണ്, C2 തന്നെയാണ്. പക്ഷേ ഓറിയൻറ്റേഷൻ എന്ത് വരും? ഓറിയൻറ്റേഷൻ നേരെ തിരിഞ്ഞ് വരും. ഓക്കെ, നേരെ തിരിയാന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി ദ ഓറിയൻറ്റേഷൻ. ഇങ്ങനെ വരും. ഇങ്ങനെ ഓറിയൻറ്റേഷൻ വരുമ്പോൾ നോക്കൂ, ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇടത് ഭാഗത്താണ് ഇൻറ്റീരിയർ പോർഷൻ വരുന്നത്. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ -C2 കിട്ടും. നൗ -C2 ഈസ് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ്. സോ ദ പോയിന്റ് z ഈക്വൽ ടു 0, ഇതിന് 0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലാണുള്ളത്, ലൈസ് ഇൻറ്റീരിയർ ടു C2. സോ വി മേ റൈറ്റ്, അപ്പോൾ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഫാക്ടറാണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്. അതായത് z-0 അഥവാ z ആണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്. അപ്പോൾ z³ + 3 ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന z-i² കൂടെ നമുക്ക് ന്യൂമറേറ്ററിൻ്റെ ഭാഗമായിട്ട് കാണാം. z³ + 3/z-i² എന്ന് എഴുതാം. ദിസ് ഇസ് ഓഫ് ദി ഫോം f of z by z minus z0 with f of z equal to this one and z0 equal to 0 that lies interior to C2. Numerator function z³ + 3/z-i² is analytic within and on C2. കാരണം ഇത് അനലിറ്റിക് അല്ലാതെ വരുന്നത് ഐയിൽ മാത്രമാണ്. ആ ഐ നമ്മുടെ C2ൻ്റെ ഉള്ളിൽ ഇല്ല. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ ബേസ് ഫോമാണ് നമുക്കിവിടെ കമ്പയർ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ C2ൻ്റെ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ മാറ്റി പോസിറ്റീവ് ഓറിയൻറ്റേഷൻ കൂടെ ആക്കേണ്ടതുണ്ട്. സോ ഇൻ്റഗ്രൽ ഓവർ C2 z³ + 3/z-z-i² dz ഈക്വൽ ടു ദിസ് വൺ, നെഗറ്റീവ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ നെഗറ്റീവ് C2. ഇതെന്തിനാണ് ചെയ്തത്? നമുക്ക് കോണ്ടൂർ ഇൻ്റഗ്രേഷനിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ് കോഷീസ് ഇൻ്റഗ്രൽ തിയറത്തിലും കോഷീസ് തിയറത്തിലും ഒക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം പോസിറ്റീവ് ഓറിയൻറ്റേഷൻ കൺഫേം ചെയ്യണം. ഇവിടെ C2 നെഗറ്റീവ് ഓറിയൻറ്റേഷനിലാണ് ഉള്ളത്. അപ്പോൾ C2വിനെ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആക്കാൻ എന്ത് ചെയ്തു? നെഗറ്റീവ് C2 കൺസിഡർ ചെയ്ത് പോസിറ്റീവ് ഓറിയൻറ്റേഷനായി. പക്ഷേ ഇങ്ങനെ നെഗറ്റീവ് C2യിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവിൽ വ്യത്യാസം വരും. കോണ്ടൂർ ഇൻ്റഗ്രൽ ഓവർ C നെഗറ്റീവ് C ഈസ് സെയിം ആസ് നെഗറ്റീവ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ C. ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്കുണ്ട് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ C2ൻ്റെ ഓറിയൻറ്റേഷൻ തിരിക്കുമ്പോൾ നെഗറ്റീവിലുള്ള വ്യത്യാസം വരുന്നത് കൊണ്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നെഗറ്റീവ് ടൈംസ് ഇൻ്റഗ്രൽ ഓവർ നെഗറ്റീവ് C2 z³ + 3/z-z - i² എന്ന് റീറൈറ്റ് ചെയ്യാം. അത് ഓറിയൻറ്റേഷൻ അഡ്ജസ്റ്റ് ചെയ്തതാണ്, കറക്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഇവിടെ C2ൻ്റെ ഉൾഭാഗത്ത് 0 ആണുള്ളത്. അപ്പോൾ ഡിനോമിനേറ്റർ ഫാക്ടറിൽ z മതി. ഈ z-i² കൂടെ ന്യൂമറേറ്ററിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ z³ + 3/z-i² dz. അപ്പോൾ ഇത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ ഫോർമുലയായി. സോ അക്കോർഡിംഗ് ടു കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ദ വാല്യൂ ഈസ് 2πi times വാല്യൂ ഓഫ് ദ ന്യൂമറേറ്റർ ഫംഗ്ഷൻ ഇവാലുവേറ്റഡ് അറ്റ് z0. z0 എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ അറ്റ് 0 അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3/-i². നെഗറ്റീവ് i² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i² തന്നെയാണ്, അത് -1 ആണ്. രണ്ട് നെഗറ്റീവ് കൂടെ ക്യാൻസൽ ചെയ്ത് പോസിറ്റീവ് ആകും. സോ 2πi × 3 6πi എന്ന് നമുക്ക് C2യിലുള്ള കോണ്ടൂർ ഇൻ്റഗ്രേഷൻ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ ആക്ച്വൽ കോണ്ടൂർ ഇൻ്റഗ്രൽ വാല്യൂ ആയി. സോ ഇൻ്റഗ്രൽ ഓവർ C z³ + 3/z-z - i² dz വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1 + ഇൻ്റഗ്രൽ ഓവർ C2. രണ്ടും കൂടെ സം ചെയ്യുന്നു. ഫൈനൽ വാല്യൂ ഈസ് -4π + 12πi. ഓക്കെ, അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യുന്നതാണ് ഇപ്പോൾ ഇല്ലസ്ട്രേറ്റ് ചെയ്തത്. ഇനി കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് ചെയ്യാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ C z + 2/z² × z - 1 - i dz വേർ C ഈസ് രണ്ട് കോണ്ടൂർ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം mod z = 1, ഇതിലൂടെ ഇവാലുവേറ്റ് ചെയ്യുക. രണ്ടാമത്തേത് കോണ്ടൂർ mod z - 1 - i = 1. രണ്ടും സർക്കിളാണ്. ആദ്യത്തേത് 0 സെൻറ്റർ ആയിട്ടുള്ള സർക്കിളാണ്. അപ്പോൾ ഇവിടെ റേഡിയസ് 1 ആണ്. അപ്പോൾ അതിനകത്ത് വരിക എന്ന് പറഞ്ഞാൽ 0 എന്തായാലും വരും. ഇനി അടുത്ത പോയിൻ്റ് 0യും 1 + i ആണ് ഇവിടുത്തെ പ്രോബ്ലം ഉള്ള പോയിൻറ്റുകൾ അല്ലേ. 1 + iയുടെ മോഡുലസ് പക്ഷേ √2 ആണ്. √2 എന്ന് പറയുന്നത് 1നേക്കാളും ബിഗ്ഗറാണ്. അതുകൊണ്ട് തന്നെ 1 + i mod z = 1ൻ്റെ ഉൾഭാഗത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ഡിനോമിനേറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്ത് അത് ചെയ്യാം. രണ്ടാമത്തെ കോണ്ടൂർ mod z - 1 - i = 1. ഇതും സർക്കിളാണ്. സെൻറ്റർ 1 + i ആണ്, റേഡിയസ് 1 ആണ്. അപ്പോൾ സെൻറ്റർ 1 + i ആയതുകൊണ്ട് തന്നെ 1 + i ഇതിനകത്തുണ്ട്. ഇനി 0 ഉണ്ടോ?
സീറോ ഉണ്ടാവും എന്നറിയാൻ സീറോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ മോഡ് 0 മൈനസ് 1 മൈനസ് ആയി, അതായത് മോഡ് 1 പ്ലസ് ആയി ആണ് വരുന്നത്. മോഡ് 1 പ്ലസ് ആയി √2 ആണ്. √2 1നേക്കാളും ബിഗറാണ്. അതുകൊണ്ട് 0 എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കോണ്ടൂറിൽ 1 പ്ലസ് ആയി മാത്രമാണ് ഉൾഭാഗത്ത് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഡിനോമിനേറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ച് കമ്പയർ ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം, അതിലെ കോണ്ടൂർ നോക്കൂ. സി എന്ന് പറയുന്നത് ഫിഗർ 8 തന്നെയാണ്. ഇത് ഒരു ഹൊറിസോണ്ടൽ 8 ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ വെർട്ടിക്കൽ 8ൽ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ഇതിനെ രണ്ട് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറുകളുടെ യൂണിയനാക്കി മാറ്റുക. അതിൻ്റെ ഓറിയൻറ്റേഷൻ ശ്രദ്ധിക്കണം. ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കും, മറ്റേത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അത് ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. തേർഡ് പ്രോബ്ലം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ over c e raised to z by z minus 1 square into z square plus 4 dz, where c is mod z equal to 3/2. This is a circle centered at 0 and radius 3/2. അപ്പോൾ ഇതിൽ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിൻറ്റുകൾ 1 ആണ്. അതുപോലെ z² + 4 = 0 വരുന്നത് +/-2i അപ്പോൾ ഈ മൂന്ന് പോയിൻറ്റുകളിൽ ഏതൊക്കെ പോയിൻറ്റുകളാണ് നമ്മുടെ ഈ സർക്കിളിനകത്തുള്ളത് നോക്കാം. അത് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ കറസ്പോണ്ടിങ് പോയിൻറ്റ് മാത്രമാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അതിനനുസരിച്ച് കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.